സുഹൃത്തുക്കളെ, എല്ലാവർക്കും കൽക്കൽ മച്ചാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ധാരാവി അധോലോകം എന്ന് കേട്ടിട്ടില്ലേ? അതൊന്നുമല്ല കേട്ടോ, ഒരു ഗുമ്മിനങ്ങ് തള്ളിയെന്നേ ഉള്ളൂ. ഇത് എന്താ വെച്ചാൽ കുവൈറ്റിലെ ഏറ്റവും വലിയ ലേബർ ക്യാമ്പ്, അതുപോലെ തന്നെ MBTC നാസർ ബത്ത കമ്പനിയുടെ പല ക്യാമ്പുകളുണ്ടെങ്കിലും അതിലേക്ക് ഏറ്റവും വലിയ ക്യാമ്പാണ് ഈ കാണുന്നത്. ഇവിടെ ഇന്ന് ഈ പ്രവാസികളെല്ലാം ഈവനിങ് ടൈമിൽ ഇവിടെ ഒത്തുകൂടണം എന്നുണ്ടെങ്കിൽ ഇന്നിവിടെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഓണക്കാലമാണ്. അതിനുപരി ഇന്ന് ഇന്ത്യൻ കേന്ദ്രമന്ത്രി K മുരളീധരൻ അവറുകൾ ഇവിടെ എത്തുന്നുണ്ട്. അതിന് സംബന്ധമായ കാഴ്ചകളാണ് ഇന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. അതിൻ്റെ മുന്നോടിയായിട്ട് മാനേജ്മെൻറ്റ് എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. കമ്പനിയുടെ എല്ലാമായ KG എബ്രഹാം സാർ ആ ജനക്കൂട്ടത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ തൊഴിലാളികളോട് സംസാരിക്കുകയാണ്. അവരുടെ ആവശ്യം, അവരുടെ കാര്യങ്ങൾക്ക് ചോദിച്ചറിയുകയാണ്. യഥാർത്ഥ മുതലാളി അല്ലെങ്കിൽ ഏതൊരു MD എങ്ങനെ ആയിരിക്കണം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞങ്ങളുടെ KG എബ്രഹാം സാറിനെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. KG എബ്രഹാം സാറാണ് ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിൽക്കുന്നത്. അതായത് അവരുടെ ആവശ്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ്, എന്താണ് എന്നൊക്കെ ചോദിച്ചറിയുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുപോലെ നമ്മുടെ വിശിഷ്ട അതിഥി എത്തിയിട്ടില്ല. അതിന് മുന്നോടിയായിട്ട് സാർ ഇവിടെ എത്തി നമ്മുടെ ഫാമിലിയുമായിട്ട് MBTC ഫാമിലിയുമായിട്ട് സമ്പാദിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, അതെ, നമ്മുടെ കേന്ദ്രമന്ത്രി K മുരളീധരൻ അവറുകൾ സാർ വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ ഗസ്റ്റ് എത്തിയിരിക്കുകയാണ്. ആ വരുന്ന കാഴ്ചയാണ് കേട്ടോ കാണുന്നത് നമ്മളെ. صديق يلا بس هبوا من الطريق كده. ايوه خلي مني بعدين فوت. ايوه افتح ابو كريم. طيب يا راجل ها هبوا ها صديق شويه هيك هبوا. അങ്ങനെ മാനേജ്മെൻറ്റിൻ്റെ സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങി പ്രവാസികളുടെ ഇടയിലേക്ക് അദ്ദേഹം കടന്നു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ പല രാജ്യക്കാരും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ത്യ മാത്രമല്ല, പല രാജ്യക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. എങ്കിലും ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലുള്ള, പല ഭാഷയിലുള്ള, പല വർണ്ണങ്ങളിലുള്ള ആളുകൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒറ്റ വികാരത്തിലാണ്, ഇന്ത്യ എന്ന വികാരത്തിലാണ് ഇപ്പോൾ നമ്മളോട് കൂടിയിരിക്കുന്നത്. ആ ഫ്ലാഗുകളൊക്കെ കാണിച്ച് അതൊക്കെ വീശി ആണ് സ്വീകരണം നൽകിയിരിക്കുന്നത്. അദ്ദേഹം ക്യാമ്പ് മൊത്തത്തിൽ വിസിറ്റ് ചെയ്യുകയാണ്. എന്താണ് ഇവിടുത്തെ ഫെസിലിറ്റി എന്നെല്ലാം നോക്കി നടന്ന് കാണുകയാണ് ഈ കാണുന്ന കാഴ്ച കേട്ടോ. അതിൽ ഇത് മൊത്തത്തിൽ ഫുൾ കവർ ചെയ്യുന്നുണ്ട്. മെസ്സായാലും ഇവിടുത്തെ ഫെസിലിറ്റി എന്തൊക്കെയാണുള്ളത്, ഓരോ റൂമുകളും എത്ര പേരാണ് താമസിക്കുന്നത് എല്ലാം വിസിറ്റ് ചെയ്ത് കണ്ടറിഞ്ഞ് പോകുന്ന ഒരു കാഴ്ചയാണ്. അതിൽ സൈഡിൽ കാണുന്ന എല്ലാവർക്കും കൈ കാണിച്ച് ഫ്ലാഗുകളൊക്കെ വീശി ഫുൾ വിസിറ്റിംഗ് കേട്ടോ, ഫുൾ വിസിറ്റിംഗ്. ഈ ക്യാമ്പ് വലിയ ക്യാമ്പാണ് വെച്ചാലും അത് പകുതി കൊണ്ട് നിർത്തുന്നില്ല. ഫുള്ള് കയറി ഇറങ്ങി കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ഫെസിലിറ്റി എന്തൊക്കെയാണെന്നുള്ളത്, ഒരു ക്യാമ്പിൽ എന്തൊക്കെ ഫെസിലിറ്റി ഉണ്ട്, അത് വേണ്ടിയത് എന്തൊക്കെയാണെന്നുള്ളത് എല്ലാം കയറി ഇറങ്ങി നോക്കി കാണുന്നുണ്ട് കേട്ടോ. മൊത്തത്തിലേ കയറി ഇറങ്ങിയാണ് വരുന്നത്.
കവർ ചെയ്യുന്നുണ്ട് കേട്ടോ മൊത്തത്തിൽ. അതായത് ലോണ്ട്രി, ജിമ്മ്, നമ്മുടെ ക്യാമ്പിൻ്റെ ജിമ്മുണ്ട്, എല്ലാം കവർ ചെയ്ത് എല്ലാം നോക്കി കാണുന്നുണ്ട്. അതുപോലെ ഈ കാണുന്ന വെച്ചാൽ റൂം വിസിറ്റിംഗ് ആണ്. ഒരു റൂമിൽ എത്ര പേരാണ്, റൂമിൻ്റെ ഫെസിലിറ്റി എന്താണ് എന്നൊക്കെ കയറി കാണുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ. ഇപ്പോൾ റൂമിൽ വിസിറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് നമുക്ക് വൺ ഫാമിലി. MBTC ഫാമിലിയുടെ എല്ലാമെല്ലാമായ KG എബ്രഹാം സാർ, കമ്പനിയുടെ MDയുമായ KG എബ്രഹാം സാറാണ് കടന്നു വരുന്നത് കേട്ടോ. അതുപോലെ ഞങ്ങളോട്, അതായത് ഈ ഫാമിലിയുമായിട്ട് അദ്ദേഹം എപ്പോഴും ഏതൊരു മീറ്റിങ്ങിലാണെങ്കിലും ഞങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയും ഞങ്ങളുടെ ആവശ്യങ്ങൾ ചോദിച്ചറിയുകയും അതിന് വേണ്ടി പ്രതിവിധി കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അതായത് ഒരു MD എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് എങ്ങനെ ആയിരിക്കണം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞങ്ങളുടെ KG എബ്രഹാം സാറിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. Welcome Honorable Minister of State for External Affairs and Parliamentary Affairs, Sri V. Muralidharan Ji, His Excellency our Ambassador Dr. Adarsh Sheikha, Joint Secretary of Gulf Region Mr. Asim Mahajan, Director of Minister's Office Mr. Chandra Apar, Dr. Vinod Gaikwad, our First Secretary, and our beloved DMD Mr. KG Abraham, and all my family members. I welcome all of you to this function. 77 in the Middle East region, having branches in Saudi Arabia, Abu Dhabi, Bahrain and Qatar. The total strength of NBTC is 17,566 as of today, out of which 9,500 employees are in Kuwait. We have 13 labor camps in Kuwait, and this facility 90 total occupancy in this camp facility. And the facilities we are providing here, there is a recreational facility for the employees, laundry facility, medical clinic is there, and we have a centralized kitchen as ministers saw that. And I would like to welcome Mr. Abraham to say a few words. Our MD will be talking to him. गुड इवनिंग। सब कुछ ठीक है ना? ठीक है। खाना खाया नहीं खाया? बाकी है। नहीं खाया? नहीं। खाया। लंच खाया, अभी डिनर आता है ना? ओके। सर, दिस इज आवर NBTC। बोलो क्या तुम लोग? NBTC फैमिली। NBTC family. They are in our heart and we are in their heart. We are so happy with these people. Most of them are from India और दूसरा जगह से भी हमारे साथ काम करता है, लेकिन उसमें कुछ फर्क नहीं है। इंडिया, पाकिस्तान, बांग्लादेश, श्रीलंका, सब हमको इधर एक ही फैमिली है ना? अपना मिनिस्टर आप लोगों को मिलने को आया हुआ है। क्या दिएगा अपना मिनिस्टर को वो इंडिया लेके जाने के लिए? प्यार दे। अपना एम्बेसडर इधर तुम्हारे सामने बैठा हुआ है, उधर मैडम उधर क्या दिएगा अपना एम्बेसडर को? प्यार। थैंक यू वेरी मच। अजीम महाजन, सब आप लोगों को मिलने के लिए आया, हम बहुत खुशी है। सब एक ही फैमिली है, देखभाल करने का हमारा जिम्मेवार है, कंपनी का काम चलाने का तुम्हारा जिम्मेवार। आप सभी को नमस्कार। NBTC का जो MD है अब्राहम साहब, हमारे भारत का जो राजदूत है श्री आदर्श शेखा जी, और भारत का जो विदेश मंत्रालय है
विदेश मंत्रालय में ये जो खाद्य जो प्रदेश है गल्फ, वो सारे राज्य देशों का जो काम देखते हैं वो है IFS ऑफिसर, दोनों IFS ऑफिसर है। असीम महाजन जी, ये पहले अमेरिका में थे, अभी आपके देखभाल का जिम्मेदारी इनको दिया हुआ है, इसलिए ने सब लोग बैठने से सब देख पाए। तो मैं यहाँ पिछले 2 दिन से कुवैत का प्रवास में आया हूँ। कल सुबह दिल्ली से आया, कल दिन भर यहाँ कुवैत के अलग-अलग कुवैत के जो विभिन्न भारतीय समाज के विभिन्न नौकरियों में जो काम करते हैं उन सब से मिलने के लिए मैंने कल समय निकाला था। आज यहाँ कुवैत का जो इंटीरियर मिनिस्टर है और विदेश मंत्री है, उप प्रधानमंत्री और विदेश मंत्री, उन दोनों से मेरी मुलाकात हुई थी। और मेरी जो ये प्रवास है, ये यात्रा है, ये सफल नहीं होंगे आपसे मिलने के बिना, तो इसलिए मैं आपको मिलने आया हूं। तो स्वाभाविक है कि उनके मंत्रिमंडल का मंत्री के नाते मेरा जिम्मेदारी, वो तो देश भर का, देश का प्रधानमंत्री है, देश के सभी नागरिकों का भलाई का काम उनके पास है, लेकिन मेरे पास उन्होंने विशेष जिम्मेदारी जो दिया है वो है कि भारत के जो प्रवासी लोग हैं, जो दुनिया भर में करोड़ों की संख्या में है, यहाँ 2000 लोग हैं इस देश में, कुवैत में करीब 10 लाख है भारतीय नागरिक। तो इसलिए आप जो भी कठिनाई को सामना करना पड़ रहा है, मैंने आपके भी कई जो मित्र है, कल कुछ लोगों को निमंत्रण दिया था, कुछ लोगों से मैंने व्यक्तिगत भी मुलाकात की। इन सारे विषयों के बारे में चर्चा करने के लिए मैंने आज और विदेश मंत्री से चर्चा की। लेकिन आप कहाँ ठहर रहे हैं, कैसे आपकी रहने का व्यवस्था, आप क्या खाना खा रहे हैं, ये सब प्रत्यक्ष देखना है, तो आप जहां रहते हैं वहां आना चाहिए, इसलिए मैं यहां आया हूं। तो मुझे लगता है कि आपके तरफ से मैं अभिनंदन देना चाहिए अब्राहम साहब को, ठीक से आपका देखभाल कर रहे हैं ना, खाना रहना बाकी सब ठीक से चल रहा है। यस। मैंने देखा वहाँ किचन में अभी रात का खाना परोस रहा है, ये पका रहे, चपाती बन रहे, चावल बन रहे, जो सब्जी काट रहे लोग। तो इसलिए एक परिवार के नाते सारे लोग एक साथ, करीब 2000 लोगों का बड़ा परिवार, एक महापरिवार, उस महापरिवार के सदस्य के नाते आप सबको मिलने का जो मौका मिला है, मैं आभार प्रकट करना चाहूंगा अब्राहम साहब को। उन्होंने उनके साथ काम करने वाले, उन्होंने कहा कि आप सब लोग उनके दिल में है, ये उन्होंने कहा। तो इसलिए इसका मतलब है कि आपका देखभाल, आपका भलाई के लिए वो ये सब कर रहे हैं, इसलिए आभार प्रकट करना चाहूंगा, धन्यवाद प्रकट करना चाहूंगा। और मैं इस समय कुवैत आया हूं, इसमें कई लोग केरल के भी होंगे। केरल के लोग ओणम मना रहे। ओणम का जो त्योहार है, उस त्योहार के समय में संदर्भ में आया हूं, इसलिए आप सबको ओणम का भी ढेर सारी शुभकामनाएं देता हूं। फैमिली बेनिफिट स्कीम, सब आदमी लोग अपना साथ काम करता है एनडीडीसी में।
सबको लाइफ इंश्योरेंस किया हुआ है। इधर लाइफ इंश्योरेंस हमारा तरफ से करता है। क्यों कुछ भी होएगा तो उसका फैमिली को कुछ मिलने का कुछ वी डोंट वांट देम टू स्ट्रगल। तो हर साल में 2, 3, 4 आदमी लोग का कुछ डेथ होता है तो लाइफ इंश्योरेंस मिलता है आप लोगों को। किसी का कुछ हो गया उसका फैमिली को। इसका अलावा वर्कमैन कॉम्पेंसेशन इंश्योरेंस भी है। बाद में हम लोग तुम्हारा देखभाल करने के लिए कर देता है, स्कूल का हायर स्टडीज का स्कॉलरशिप देता है। वो ये क्यों करता है? तुम लोग अच्छा है हमारे साथ, तो इसलिए हम तुम्हारे फल ये देखता है करने का है। अपना लाजी को सब आदमी को मालूम है, लाजी इंजीनियर था अपना साथ। ये सब कैंप और सब काम उसने करता था। एक्सीडेंट हो गया था उसने सऊदी से आने का तरफ, तो इसका फैमिली के लिए तकरीबन 47,500 KD विच इज 1.2 करोड़ रुपीस को मिलता है। और दूसरा अपना राजू काम करता था अपना कंक्रीट प्लांट में, वो उसका मैकेनिक था, उसका नॉर्मल डेथ हो गया था, उसको भी मिला कितना 47 lakhs which is 17,500 KD। तो ऐसा हमें किसी को कुछ नहीं होने का, अगर कुछ हो गया तो फैमिली का बेनिफिट के लिए, फैमिली के लिए हम ऐसा फंड, हमको किसी को कुछ भी हो सकता लेकिन अपना फैमिली सफर नहीं करना चाहिए, इसलिए। Next, Sudhaju's family is around 47 lakhs. धन्यवाद। जय हिंद। प्रवासी एसोसिएशन ऑनरेबल मिनिस्टर। തിരുവല്ല പ്രവാസി അസോസിയേഷൻ പൊന്നാട അണിയിച്ച് സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഛായാചിത്രം വരച്ചത് നൽകി ആദരിക്കുകയും അതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എല്ലാവർക്കും നന്ദി അറിയിക്കുകയും സാറേ കാണാം. അപ്പോൾ സാറ് പ്രവാസികൾക്ക് അടിക്കടിക്കുണ്ടാകുന്ന ഫ്ലൈറ്റ് ചാർജിനെ പറ്റി ഒന്ന് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യണം. അല്ല അങ്ങനല്ല, അല്ലല്ല സാറേ പുറത്തൊരാൾ പറയപ്പെട്ടു കേട്ടോ, ഒരാളുണ്ട്.
हट जा और വിദേശകാര്യ സഹമന്ത്രി വിദേശകാര്യ സഹമന്ത്രി അല്ല കേസ്. അപ്പം വിദേശകാര്യ സഹമന്ത്രി നമ്മുടെ കുവൈറ്റിൽ, അതായത് ഞങ്ങളുടെ ക്യാമ്പിൽ MPTCയുടെ ക്യാമ്പിൽ നമ്മളെ സന്ദർശിക്കാൻ വേണ്ടി, ഞങ്ങളെ പ്രവാസികളെ കാണാൻ വേണ്ടി ഒരു സന്ദർശനം നമ്മുടെ MDയുടെ രീതിയിൽ ഒരു സഹകരണത്തോടെ ഇവിടെ വന്ന് അവരെല്ലാവരും വരികയും ഉണ്ടായി. അപ്പോൾ നമ്മളിവിടെ ഒരു സംവാദങ്ങൾ പങ്കെടുക്കുകയൊക്കെ ഉണ്ടായി. നമ്മുടെ ക്യാമ്പുകൾ സന്ദർശിക്കുകയും കാണുകയും നമ്മുടെ അവസ്ഥകൾ കാണുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തൊരു നിമിഷം നമുക്ക് സാധിച്ചു. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.